ജമ്മു കാശ്മീരിൽ ഗ്രാമങ്ങൾക്കുള്ളിൽ കടന്നുവരുന്ന ഭീകരരെ നേരിടാനായി രൂപീകരിച്ച വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ അഥവാ VDJ അവർക്ക് ആധുനികമായ സെമി ഓട്ടോമാറ്റിക് സെൽഫ് ലോഡഡ് റൈഫിളുകൾ നൽകിയിരിക്കുന്നു സൈന്യം. അവർക്കുള്ള പരിശീലനവും ആരംഭിച്ചിരിക്കുന്നു. കരസേനയുടെ 39ാം ബറ്റാലിയനാണ് ഈ ഉൾപ്രദേശങ്ങളിലുള്ള ഭീകര പ്രവർത്തനങ്ങളെ ഇല്ലെങ്കിൽ അതിനെ തടയിടുന്നതിനുള്ള ഓപ്പറേഷനിൽ മുഴുകിയിരിക്കുന്നത്. ആ സേന തന്നെയാണ് ഇപ്പോൾ ഈ ഗ്രാമീണർക്ക് ഇത്തരത്തിൽ പരിശീലനം നൽകുന്നത്. മുമ്പ് ഇത്തരത്തിലുള്ള വില്ലേജ് ഗാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് 303 എന്ന് പറയുന്ന റൈഫിളായിരുന്നു. അത് വളരെ കാലപ്പഴക്കം ചെന്നതാണ്, അപകട സാധ്യത കൂടിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സെമി ഓട്ടോമാറ്റിക് റൈഫിൾസ് സെൽഫ് ലോഡിംഗ് റൈഫിൾസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുള്ള പരിശീലനവും വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നു. രജൌരി, പൂഞ്ച് തുടങ്ങിയ മേഖലകളിലുള്ള ഗ്രാമീണർക്കാണ് ഈ പരിശീലനം നൽകുന്നത്. ഭട്ട ദുരിയാൻ, ദേരക്കി ഗാലി, ഖണ്ഡി, ധാൻഡ്രി എന്നീ ഗ്രാമങ്ങളിലുള്ളവർക്ക് ജുളാസ് എന്ന് പറയുന്ന ഗ്രൗണ്ടിലാണ് ഈ സൈനിക പരിശീലനം നൽകുന്നത്. ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പറയുന്നത് തങ്ങളുടെ രാജ്യത്തിനും തങ്ങളുടെ ഗ്രാമത്തിനും നേരെ വരുന്ന ഭീകരരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സൈന്യത്തിന് വലിയ സഹായകരമായി പ്രവർത്തിച്ചിരുന്നത് ഈ വില്ലേജ് ഗാർഡുകളായിരുന്നു. ഈ ഭീകരർ വരുമ്പോൾ അവർ എത്തിയ വിവരങ്ങൾ സൈന്യത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഭീകരർക്ക് എതിരെ പോരാടുന്നതിലുമൊക്കെ മുൻപന്തിയിൽ നിന്നിരുന്നു ഈ വില്ലേജ് ഗാർഡുകൾ. കാരണം ഉൾപ്രദേശങ്ങളാണ്, കാശ്മീരിൻ്റെ ഉൾഗ്രാമങ്ങളാണ്. അവിടേക്കൊക്കെ സൈന്യത്തിന് എത്തിച്ചേരുന്നതിന് വേണ്ടി അല്പം ബുദ്ധിമുട്ടേറിയ പാതകളും മറ്റുമുള്ള ഇടങ്ങളിലൊക്കെ ഉള്ളവർക്കാണ് ഇത്തരത്തിൽ പരിശീലനം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.